أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സൂറ അൽ ബഖറയിലെ 244 വചനമാണ് നിങ്ങളിവിടെ ശ്രവിച്ചത്. അർത്ഥം: ഞങ്ങൾ അനേകായിരം പേർ ഉണ്ടായിരിക്കെ തന്നെ മരണഭയം മൂലം തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടു പോയവരെപ്പറ്റി നീ അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ മരിക്കുവിൻ എന്ന് അള്ളാഹു അവരോട് പറഞ്ഞു. പിന്നെ അവൻ അവരെ ജീവിപ്പിച്ചു. നിശ്ചയമായും അള്ളാഹു മനുഷ്യരോട് വളരെ ഔദാര്യമുള്ളവനാണ്. എന്നാൽ ജനങ്ങളിലെ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. സൂറ അൽ ബഖറ ആയത്ത് 244. ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൽ തുടർന്ന് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജനതയുടെ ചരിത്രവും ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ ത്യാഗാർപ്പണത്തിൻ്റെ ഉന്നത മാതൃകയും നമുക്ക് വ്യക്തമാക്കി തരുന്നു. സയ്യിദുന ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബാഹ്യമായി നോക്കുമ്പോൾ ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാം തൻ്റെ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനം അവർ പൂർണ്ണമായി പാലിച്ചില്ല എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഈ കാര്യം നമ്മുടെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഉന്നതമായിട്ടുള്ള മാതൃക കാണാൻ സാധിക്കുന്നു. മക്ക വിജയത്തിന് ശേഷം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളോട് പറയുകയുണ്ടായി, അല്ലയോ അൻസാരിങ്ങളെ, മക്കയിലെ യുദ്ധമുതലുകൾ മുഹാജിരീങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെട്ടുവെന്നും എന്നാൽ തങ്ങളുടെ വാളുകളിൽ നിന്ന് രക്തം ഇറ്റുവീഴുന്നുണ്ടെന്നും നിങ്ങൾ പറഞ്ഞുവോ? അപ്പോൾ അൻസാരികൾ പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞങ്ങളിൽ ചില യുവാക്കൾ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ദാസനും ദൂതനുമാണ് ഞാൻ. നിങ്ങളെ എനിക്കെങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും? അള്ളാഹുവിൻ്റെ ദീനിനു ഭൂമിയിൽ രക്ഷയും സമാധാനവും ഇല്ലായിരുന്നപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം നിന്നു. നിങ്ങളെ വിട്ടു ഞാനെങ്ങനെ മറ്റൊരിടത്ത് വാസമുറപ്പിക്കും? അല്ലയോ അൻസാർ, അതൊരിക്കലും സംഭവിക്കുകയില്ല. ഞാൻ അള്ളാഹുവിനു വേണ്ടി അത്രേ മക്ക വിട്ടത്. ഇനി വീണ്ടും അവിടേക്ക് തന്നെ മടങ്ങിപ്പോരാൻ എനിക്കാവുകയില്ല. ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കുകയും നിങ്ങളുടെ ഇടയിൽ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യും. സയ്യിദുന ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും നിഷ്കർഷമായ കൂറിൻ്റെയും ഈ ബഹിർപ്രകടനം മദീന മുസ്ലിങ്ങളെ രോമാഞ്ചം കൊള്ളിച്ചു. ദൈവത്തിലും നബിയിലും തങ്ങൾ ഇപ്രകാരം അവിശ്വാസം കാണിച്ചതിൽ അവർ ലജ്ജിച്ചു തലതാഴ്ത്തുകയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പിനപേക്ഷിക്കുകയും ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ടുപോകുന്ന പക്ഷം തങ്ങൾക്ക് മനഃശാന്തിയും സമാധാനവും ഉണ്ടാകുകയില്ലെന്നവർ അറിയിച്ചു. മദീനക്കാരുടെ ഭയാശങ്കകൾ തനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും അവരുടെ വിശദീകരണത്തിൽ അള്ളാഹുവും റസൂലും തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്നും അവരുടെ നിരപരാധിത്വവും ഹൃദയശുദ്ധിയും തനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തുടർന്ന് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെ സംബന്ധിച്ച് വിവരിക്കുകയുണ്ടായി. സൂറ അൽ ബഖറയിലെ 130 വചനത്തിൽ അള്ളാഹു പറയുന്നു, യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 പ്രധാന ദൗത്യങ്ങൾ വിവരിക്കുന്നു. ഒന്നാമതായി അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുക. രണ്ടാമത് വേദഗ്രന്ഥം പഠിപ്പിക്കുക. മൂന്നാമതായി ജ്ഞാനം ഹിക്മത്ത് പഠിപ്പിക്കുക. നാലാമത്തെ ദൗത്യം ആത്മസംസ്കരണം യുസക്കീഹും തസ്കിയ നഫ്സ് നടത്തുക എന്നുള്ളത്. തുടർന്ന് സയ്യിദുന മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ബനി ഇസ്രായേലുടെ അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അനേകായിരം പേർ ഉണ്ടായിരിക്കെ തന്നെ
മരണഭയം മൂലം തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടു പോയവരെ പറ്റി നീ അറിഞ്ഞില്ലേ? അതായത് ഭൗതികപരമായിട്ട് മരണത്തെ ഭയപ്പെടുന്നവൻ, അതല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് എപ്പോഴെങ്കിലും മരണം അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ഒന്നുകിൽ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവമാർഗത്തിൽ മരണം സ്വീകരിക്കും, അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷയായി അത് ഏറ്റുവാങ്ങേണ്ടി വരും. എന്നാൽ ദൈവത്തിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മരണം വരിക്കാൻ സന്നദ്ധരാകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അനുഗ്രഹപൂർണമായിട്ടുള്ള ജീവിതം ലഭ്യമാകുന്നു. നോക്കുക, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന സഹാബികൾ മരണം സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി അവർക്ക് ശാശ്വതമായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള ജീവിതം ലഭിച്ചു. ബദർ യുദ്ധവേളയിൽ ചില കാരണങ്ങളാൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധവിവരം മുൻകൂട്ടി സഹാബാക്കളെ അറിയിച്ചിരുന്നില്ല. എന്നാൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് പുറത്തുപോയി യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അൻസാരികളെയും മുഹാജിരിങ്ങളെയും വിളിച്ചുകൂട്ടി അഭിപ്രായം ആരാഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അഭിപ്രായം ആരാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മദീന മുസ്ലിങ്ങളിൽ ഒരാൾ എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു: അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് ആവശ്യമായ അനുകൂലാഭിപ്രായങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നിട്ടും പിന്നെയും ചോദിച്ചു കൊണ്ടിരിക്കുന്നതു മദീന മുസ്ലിങ്ങളായ ഞങ്ങളെ ഉദ്ദേശിച്ചാണോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്നുത്തരമരുളി. ആ മദീന മുസ്ലിം ഇപ്രകാരം മറുപടി നൽകി: അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് ഞങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ അങ്ങും അങ്ങയോടൊപ്പം മദീനയിൽ അഭയം പ്രാപിച്ച മറ്റു മുസ്ലിങ്ങളും മദീനക്കകത്ത് വെച്ചു ആക്രമിക്കപ്പെടുന്ന പക്ഷം അങ്ങയുടെ ഭാഗത്ത് ചേർന്ന് യുദ്ധം ചെയ്യുമെന്നാണ് ഞങ്ങൾ സമ്മതിച്ചിരുന്നത്. എന്നാലിപ്പോൾ നാമെല്ലാം മദീനത്ത് നിന്ന് പുറത്തേക്ക് വന്നിരിക്കയാൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ അന്നത്തെ ആ കരാറിലെ നിബന്ധനകൾ ബാധകമാകുന്നില്ലെന്ന് അങ്ങ് കരുതുന്നുണ്ടാകാം. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലെ, ആ കരാറുണ്ടാക്കിയ കാലത്തു ഇന്നു ഞങ്ങൾ അങ്ങയെ അറിയുന്നത് പോലെ പൂർണ്ണമായും അറിഞ്ഞിരുന്നില്ല. അങ്ങ് അത്യുന്നതമായ ആത്മീയ പദവിയിലാണ് വിരാജിക്കുന്നതെന്ന് ഇന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ആകയാൽ ഞങ്ങൾ ആദ്യമുണ്ടാക്കിയ ആ കരാർ ഗണ്യമാക്കാനില്ല. ഇന്ന് ഞങ്ങൾ അങ്ങയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങ് എന്ത് കൽപ്പിച്ചാലും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. ഇസ്രായേലർ മോശയോട് പറഞ്ഞതുപോലെ നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുവിൻ, ഞങ്ങൾ ഇവിടെ നിൽക്കട്ടെ എന്ന് ഞങ്ങൾ പറയുകയില്ല. യുദ്ധം ചെയ്യണമെന്നാണെങ്കിൽ അങ്ങയുടെ ഇടത്തും വലത്തും മുമ്പിലും പിന്നിലും ഞങ്ങൾ പൊരുതും. അങ്ങയുടെ മേൽ കൈവെക്കാനാണ് ശത്രുവിൻ്റെ മോഹം എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഞങ്ങളതിനനുവദിക്കില്ല. ഞങ്ങളുടെ ശവദേഹങ്ങളിൽ ചവിട്ടിക്കൊണ്ടല്ലാതെ അങ്ങയെ തൊടാൻ പോലും അവർക്ക് കഴിയുകയില്ലെന്ന് ഞങ്ങളിതാ ഉറപ്പു നൽകുന്നു. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് യുദ്ധത്തിനായിട്ട് ഞങ്ങളെ ക്ഷണിക്കുന്നു. എന്നാൽ ഞങ്ങൾ അതിലപ്പുറവും ചെയ്യാനൊരുക്കം. അതാ അങ്ങ് അകലെയല്ലാതെ സമുദ്രം, അതിലേക്ക് കുതിക്കണമെന്നാണ് അങ്ങ് കൽപ്പിക്കുന്നതെങ്കിൽ ഞങ്ങളതിനും തയ്യാർ. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദൈവമാർഗത്തിൽ മരണം സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അള്ളാഹുവും അവരുടെ പ്രീതിക്കൊത്ത് അവർക്ക് ശാശ്വതമായ അനുഗ്രഹപൂർണമായിട്ടുള്ള ജീവിതം നൽകുന്നതാണ്. രണ്ടാമത്തേത്, മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സമുദായത്തെ സംബന്ധിച്ച് അള്ളാഹു നൽകിയ വാഗ്ദാനം അവർക്ക് ലഭിക്കുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ അവർ അതിന് പൂർണ്ണമായി പരിശ്രമിക്കുകയുണ്ടായില്ല. അതിൻ്റെ ഫലമായി അവർക്ക് 40 വർഷത്തേക്ക് ദൈവിക അനുഗ്രഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു. മൂന്നാമത്തെ വിഭാഗം യാതൊരു വാഗ്ദാനവുമില്ലാത്ത ജനതയാണ്. പരാജിതരും അടിമകളുമായ ഒരു ജനതയ്ക്ക് ആദ്യം മരണത്തെ നേരിടാൻ മടിയില്ലാത്ത ഒരവസ്ഥ സംജാതമാകുന്നത് വരെ അവർക്ക് ഒരു യഥാർത്ഥ ജീവിതം ലഭിക്കുന്നതല്ല. ഈ ഒരു കാര്യമാണ് ഈ വചനത്തിൽ സൂചിപ്പിക്കുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ്. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.